ബജിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന, എക്സ്പെഷ്യലി മുളക് ബജിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഓൾറെഡി ഞാനൊരു ചമ്മന്തിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കായ ബജിക്കുള്ളതാണ്. ഇതൊരു വേറൊരു വെറൈറ്റി ആയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു പിടി ഉള്ളിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അത് രണ്ടായിട്ട് നെടുകെ കീറി വെച്ചേക്കാണ്. ഇനി ചീനച്ചട്ടിൽ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇത് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണേ. അപ്പോൾ വല്ലാണ്ടൊന്ന് വഴറ്റണ്ട, എന്നാലും ഒന്ന് നിറം മാറാൻ. ഇനി ഒരു തക്കാളി 4ആയിട്ട് കീറിയിട്ട് അതും ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നന്നായി ഇളക്കി അതൊന്ന് വഴറ്റി വയ്ക്കുക. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം ചെറിയ ജാറിലേക്ക് ഇട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ കാശ്മീരി മുളക് പൊടി തന്നെയാണ് ഇതിൽ ഇട്ടേക്കുന്നത് കേട്ടോ. കാശ്മീരി മുളക് അത്യാവശ്യം ഒരു എരിവുള്ളതുകൊണ്ടാണ് ഞാൻ അത് ഇട്ടത് കേട്ടോ. പിന്നെ വിനീഗർ 1 സ്പൂൺ ഇട്ടിട്ട് നല്ല പോലെ അരച്ചെടുത്തേക്കാണ്. സാധാ മുളക് പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞാനിപ്പോൾ ഇത് ഇട്ടുന്നേ ഉള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുളക് ബജിയുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ മുളക് ബജിക്ക് ഉണ്ടാക്കിയ ചമ്മന്തി. നല്ല ടേസ്റ്റി ആയിട്ട് പുളിയും എരിവും ഒക്കെ കൂടിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടൊന്നും കിട്ടി.